ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നോക്കാം. എ വയർ 1 മീറ്റർ ലോങ് ഈസ് കട്ട് ഇൻ ടു 2 പീസ്. 1 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ചു. വൺ ഓഫ് വിച്ച് ഈസ് ബെൻഡ് ഇൻ ടു എ സ്ക്വയർ. അതിൽ ഒന്നിനെ യൂസ് ചെയ്തിട്ട് സ്ക്വയർ നിർമ്മിച്ചു. ഓക്കെ, ഒരു കഷ്ണം വളച്ചൊരു സമചതുരം നിർമ്മിച്ചു. ആൻഡ് ദ അതർ ഇൻ ടു ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. മറ്റത് ബെൻഡ് ചെയ്തിട്ട് ഒരു ഇക്വിലാറ്ററൽ സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും 3 times the sides of a square and 2 times the sides of the equilateral triangle makes 71 centimeter. ആ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ 3 ടൈംസും അതുപോലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ എത്ര ടൈംസാണ് 2 ടൈംസും കൂടെ ആഡ് ആക്കിയാൽ 71 മീറ്റർ നമുക്ക് കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ പീസസ്. ആ കട്ട് ചെയ്ത ഓരോ പീസും എത്ര നീളമുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് 1 മീറ്റർ ഉള്ള ഒരു കമ്പി, ഒരു വയറാണ് കട്ടാക്കിയത്. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് വൺ ശ്രദ്ധിക്കുക, 1 മീറ്ററിലും 71 സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും 1 മീറ്ററിലും 1 സെൻറ്റിമീറ്ററുമാണ്. അവ രണ്ടും കൂടെ നമ്മൾ ഒരേ ഒരു മെഷർമെൻറ്റിലാക്കണം. അപ്പോൾ നമ്മൾ 1 മീറ്ററിനെ നമുക്ക് എന്ത് എഴുതാം, 100 സെൻറ്റിമീറ്റർ എന്നാക്കി മാറ്റാം. ഓക്കെ, ദെൻ ഇതിനെ നമ്മൾ എന്താക്കി കട്ട് ചെയ്തിട്ട്, ശ്രദ്ധിക്കണേ, ഇതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ 2 പീസാക്കിയിട്ട് മാറ്റി. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്ത്. അപ്പോൾ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഈ ഓരോ പീസിൻ്റെയും ഈക്വലായിട്ടല്ല കട്ട് ചെയ്തിട്ടുള്ളത്. കട്ട് ചെയ്തിട്ട് 2 പീസാക്കി ആ പീസിൻ്റെ മെഷർമെൻറ്റ് കാണണം. അതിൽ ഫസ്റ്റ് വൺ ഒന്ന് യൂസ് ചെയ്തിട്ട് സമചതുരം സ്ക്വയർ ഉണ്ടാക്കി. ഓക്കെ, മറ്റൊന്ന് യൂസ് ചെയ്തിട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് അതിൽ 2 സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സമചതുരത്തിൻ്റെ ഒരു സൈഡിന് എക്സ് എന്നും കൊടുക്കുക, അതുപോലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സമഭുജ ത്രികോണത്തിൻ്റെ ഒരു സൈഡിന് വൈ എന്നും കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ, ഈ സമചതുരത്തിൻ്റെ ചുറ്റുമുള്ള അളവ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു എക്സ്, ഇവിടെ എക്സ്, 4x ആണ്. ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് വൈ വൈ വൈ, അങ്ങനെ 3y ആണ്. അപ്പോൾ ടോട്ടൽ ഈ ഒരു 100 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ടാണ് ഇത് രണ്ടും ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 4x + 3y ഈസ് ഈക്വൽ 100 എന്ന് നമുക്ക് എഴുതാം. കാരണം 100 സെൻറ്റിമീറ്ററിൻ്റെ വയർ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. ഇനിയോ നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ടുള്ളൂ, പെയേഴ്സ് ഓഫ് ഇക്വേഷനാണ്, സമവാക്യ ജോഡികളാണ് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ. അപ്പോൾ ഒരു ഇക്വേഷനും കൂടെ നമ്മൾ രൂപീകരിക്കണം. അത് ഇവിടെ നിന്നാണ് സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങ്. സമചതുരത്തിൻ്റെ വശം എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം 3x പ്ലസ് സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങ്. സമഭുജ ത്രികോണത്തിൻ്റെ വശം നമുക്കറിയാം y ആണ്. അപ്പോൾ അതിൻ്റെ 2 മടങ്ങ് 2 times the sides of equilateral triangle ആണ്. 2y ഈസ് ഈക്വൽ 2 മടങ്ങ് കൂട്ടിയപ്പോൾ 71 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അത് നമുക്ക് എങ്ങനെ എഴുതാം, 71 എന്ന് എഴുതാം. ഈ 2 ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് നമ്മുടെ എക്സിനെയും വൈയെയും കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും, സബ്ട്രാക്റ്റ് ചെയ്താൽ ഇതിൽ നമ്മൾ പെയേഴ്സ് ഓഫ് ഇക്വേഷനിൽ ചെയ്യേണ്ടത് എക്സിനെയോ വൈയെയോ ഒരു ടേമിനെ ആഡ് ആക്കിയിട്ടോ സബ്ട്രാക്റ്റ് ചെയ്തിട്ടോ നമ്മൾ ഇല്ലാതാക്കണം, 0 ആക്കണം, കട്ട് ചെയ്തിട്ട് ഒഴിവാക്കണം. പക്ഷേ ഇവിടെ 3y ന്ന് 2y മൈനസ് ചെയ്താൽ ഒരു വഴി ഉണ്ടാവും, 4x ന്ന് 3x മൈനസ് ചെയ്താൽ ഒരു x ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നോക്കുക, ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ 4ഉം 3നേക്കാളും കുറച്ചുകൂടി ചെറുത് 3ഉം 2ഉം ആണ്. അപ്പോൾ ഈ 3യുടെയും 2ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, 3ൻ്റെയും 2ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്, 2ൻ്റെയും ടേബിളിൽ വരുന്നതും ഏറ്റവും ചെറിയ പൊതുവായ പൊതുഗുണിതം. അപ്പോൾ നമുക്കറിയാം 6 ആണ്. 3 × 2 ചെയ്താൽ നമുക്ക് 6 എന്ന് കിട്ടും. അതുപോലെ 2 × 3 ചെയ്താലും നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ 1നെ
2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതുപോലെ ഇക്വേഷൻ 2നെ നമ്മൾ 3 കൊണ്ടും ഇൻറ്റു ചെയ്യുന്നു. ഓക്കെ, നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1, ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു ഇക്വേഷൻ 1 ഇൻറ്റു 2 ചെയ്യാൻ പോവുകയാണ്. 1 ഇൻറ്റു 2 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ 3നെ മാത്രമല്ല ചെയ്യേണ്ടത്, ഇത് മൊത്തം ഇക്വേഷൻ 1 ആണ്. ഇവരെ എല്ലാവരെയും നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 4x ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 ഇൻറ്റു 2 8 ആണ്. എക്സ് കൂടെ കൊടുക്കുക, 8x പ്ലസ് 3y ഇൻറ്റു 2 എന്ന് വെച്ചാൽ 2 ഇൻറ്റു 3 ചെയ്യുക, വൈനെ അതുപോലെ കൊടുക്കുക. 2 ഇൻറ്റു 3 6 ആണ്, 6y എന്ന് കിട്ടും. ഈസ് ഈക്വൽ 100നെ വിട്ടു പോരുത്, 100നെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഒരാൾക്ക് മാത്രം മിഠായി കൊടുക്കാൻ പാടില്ല. ഇവിടെ 3 ടേംസ് ഉണ്ടെങ്കിൽ 3 പേർക്കും 2നെ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 100 200 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ 2നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കാം. 2 ഇൻറ്റു 3 6x എന്ന് കിട്ടും, പ്ലസ് 3 ഇൻറ്റു 2 6y എന്ന് കിട്ടും. ഇവരെയാണ് 3xനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 3xനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 9 ആണ്. ശ്രദ്ധിക്കണേ, വൺസ് അഗെയിൻ ഞാനൊന്നുകൂടെ പറയാം. നമ്മൾ ഈ ഒരു ഇക്വേഷൻ 2നെ 3 കൊണ്ടാണ് ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ 3 ഇൻറ്റു 3x 9x ആണ്, പ്ലസ് 3 ഇൻറ്റു 2y 6y ഈസ് ഈക്വൽ 71നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്ത് വരും? 3 ഇൻറ്റു 1 3, 3 ഇൻറ്റു 7 21 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് ഇത് മൂന്നാമത്തെ തേർഡ് ഇക്വേഷനും ഇത് ഫോർത്ത് ഇക്വേഷനും, പുതിയ 2 ഇക്വേഷൻ വന്നപ്പോൾ അത് തേർഡ് ഫോർത്ത് ആക്കി കൊടുക്കാം. തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൽ വലിയ നമ്പർ ഏതാ നോക്കുക. 213ഉം 200ഉം ആണ്. അതുപോലെ ഇവിടെ 8x 9x ആണ്. അപ്പോൾ ഇക്വേഷൻ 4 ആണ് വലുത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 4ൽ നിന്നും ഇക്വേഷൻ 3യെ മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 3 എങ്ങനെ മൈനസ് ചെയ്യാം? നമുക്കിതിനെ അഗെയിൻ ഒന്നുകൂടെ എഴുതാം. ഇക്വേഷൻ 4ന് മുകളിലോട്ട് എഴുതാം. 9x പ്ലസ് 6y ഈസ് ഈക്വൽ 213. അതുപോലെ 8x പ്ലസ് 6y ഈസ് ഈക്വൽ 200. മൈനസ് ചെയ്യുമ്പോൾ ഒരേ ടേംസിനെ മാത്രം മൈനസ് ചെയ്യാം. 213 മൈനസ് 213 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 6y മൈനസ് 6y 0 എന്ന ആൻസർ കിട്ടും. 9x 8x മൈനസ് ചെയ്താൽ 1x എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഈ 0ൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. എക്സ് ഈക്വൽ 13 എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു വശമായിരുന്നു എക്സ്. ഓക്കെ, അപ്പോൾ എക്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് വൈ ആണ്. ഇവിടം കൊണ്ട് ഫിനിഷ് ആക്കരുത്. വൈ കിട്ടണമെങ്കിൽ ഈ വാല്യൂവിനെ ഇവിടെ കൊടുത്തു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷനിലോ ആസ് യു ലൈക്ക്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിലാണ് കൊടുക്കുന്നത്. ഞാൻ ആ ഇക്വേഷനെ മാത്രം ഇവിടെ നിർത്തി. എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ ആയ 13നെ ആ ഒരു ഇക്വേഷനിൽ നമ്മൾ കൊണ്ടു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വരും നോക്കാം. 4x എന്നുള്ളത് 4 ഇൻറ്റു 13 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് 4 ഇൻറ്റു 13 പ്ലസ് 3y ഈക്വൽ 100 എന്ന് വരും. 4 ഇൻറ്റു 13 എന്ത് കിട്ടും? 12ൻ്റെ 2 1 52 പ്ലസ് 3y ഈസ് ഈക്വൽ 100 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? വൈൻ്റെ ടേമിനെ മാത്രം ഇവിടെ വെക്കുക, 52നെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് 3y ഈസ് ഈക്വൽ, ശ്രദ്ധിക്കണേ, 3y ഈസ് ഈക്വൽ 100. ഈ 52നെ ഈക്വൽ സൈൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ 52ന് സൈനൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പ്ലസ് സൈൻ ഉണ്ട്. സോ അങ്ങോട്ട് പോകുമ്പോൾ അത് മൈനസ് ആവും. 100 മൈനസ് 52 എന്ന് വരും. ഇനി എന്താണ് നമുക്ക് അതിനെ ചെയ്യാൻ പറ്റുക? നമുക്ക് 3y അല്ല കാണേണ്ടത്, നമുക്ക് y ആണ് കാണേണ്ടത്. നമ്മുടെ എക്സിൻ്റെ വാല്യൂ ഞാനിവിടെ ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. നമുക്ക് എക്സ് കിട്ടിയത് 13 ആയിരുന്നു. ഓക്കെ, ഇനി 3y ഈക്വൽ 100 മൈനസ് 52 എന്നുള്ളതിൽ നിന്നും നമുക്ക് എന്ത് എഴുതാം? 3y ഈക്വൽ 100 എന്ന് 50 മൈനസ് ആയാൽ ബാക്കി 50 ഉണ്ടാവും. അതിൽ നിന്ന് 2 കൂടെ മൈനസ് ആയാൽ 40
8 എന്ന് വരും. ഓക്കെ, ദെൻ y ഈക്വൽ, വൈനെ എങ്ങനെ എഴുതാം? ഈ 3നെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം. 3നെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ 3 ഇൻറ്റു y ആണ്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ അത് ഡിവിഷൻ ആവും. 48/3 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ 4ൽ 1, 18ൽ 16 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് വൈയുടെ ആൻസർ കിട്ടുക. ഓക്കെ, പക്ഷേ ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? എക്സിൻ്റെ വാല്യൂ കിട്ടി, അതുപോലെ ഈ വൈൻ്റെ വാല്യൂയും കിട്ടി. പക്ഷെ നമ്മോട് എന്താ ചോദിച്ചത്? എത്ര നീളത്തിലാണ് കമ്പി മുറിച്ചത്? അപ്പോൾ ആ ആൻസർ നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? എക്സ് എന്ന് പറയുന്നത് ഒരു സൈഡാണ്. അപ്പോൾ 4 സൈഡും കൂടിയിട്ട് അതിൻ്റെ ഒരു ചുറ്റളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതുപോലെ വൈ എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ്. ആ സൈഡല്ല നമുക്ക് കിട്ടേണ്ടത്, ടോട്ടൽ ആ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത കമ്പിയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് നോക്കാം. എക്സ് ഈക്വൽ ടു 13 എന്നും അതുപോലെ വൈ ഈക്വൽ 16 എന്നും കിട്ടി. ഇനി എന്താ കിട്ടേണ്ടത്? ടോട്ടൽ പെരിമീറ്റർ ഓഫ് ചുറ്റളവ്, എല്ലാവരും ശ്രദ്ധിക്കണേ, സമചതുരത്തിൻ്റെ ചുറ്റളവ്, അതായത് പെരിമീറ്റർ ഓഫ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ 4x ആണ്. ഇവിടെ എക്സ് ആണെങ്കിൽ 1, 2, 3, 4 വശത്തുള്ള എക്സും കൂട്ടിയാൽ 4x കിട്ടും. അതായത് 4 × 13 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താ വരിക? നമുക്ക് ആൻസർ 4 3 12, 1 4 1 4 1 5, 52 സെൻറ്റിമീറ്റർ. അതുപോലെ വൈ എന്ത് കിട്ടും? പെരിമീറ്റർ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താ? 3x ആണ്. 3 വശമല്ലേ? 3 വശമാണ്. 3 വശത്തിൻ്റെയും വൈനെ കൂട്ടുമ്പോൾ 3y എന്ന് കിട്ടും. വൈയുടെ വാല്യൂ 16 ആണ്. അപ്പോൾ 3 × 16, അതെന്താ ആൻസർ വരിക? 3 × 16. നമുക്ക് നോക്കാം, ശ്രദ്ധിക്കുക. 3 × 16 ഈസ് ഈക്വൽ 48 സെൻറ്റിമീറ്റർ. നോക്കൂ, അപ്പോൾ നമുക്ക് ആ ഒരു കമ്പിയെ 100 സെൻറ്റിമീറ്ററുള്ള കമ്പിയെ നമ്മൾ കട്ട് ചെയ്യേണ്ടത് 48 എന്ന മെഷർമെൻറ്റിലാണ്. നോക്കാം, 58ഉം 42ഉം ആഡ് ചെയ്താൽ നമുക്ക് ഈ 100നെ കിട്ടൂലേ? ഓക്കെ, 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 100 സെൻറ്റിമീറ്ററുള്ള, നിങ്ങൾ എഴുതി വെക്കണം, 100 സെൻറ്റിമീറ്ററുള്ള കമ്പിയെ 48, 52 എന്നീ മെഷർമെൻറ്റിലാണ് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ.